പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം യേശു ദൈവമാണ് എന്നതിന് തെളിവുണ്ടോ? എവിടെയാണ് തെളിവ്? ഇത് മുസ്ലിങ്ങളുടെ ചോദ്യമാണ്. മുസ്ലിങ്ങൾ ഏത് ക്രിസ്ത്യാനിയെയും കണ്ടാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു ദൈവമാണോ? യേശു ദൈവമാണെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞിട്ടുണ്ടോ? ഇത്തരം പല ചോദ്യങ്ങളും പലരോടും ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്കതിന് ഉത്തരമുണ്ടോ? യേശു ദൈവമാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുമോ? ബൈബിളിൽ അതിനുള്ള എവിഡൻസ് ഉണ്ടോ? പ്രൂഫുണ്ടോ? എത്ര പേർക്കറിയാം യേശു ദൈവമാണ് എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങളോടുള്ള എൻ്റെ ചോദ്യമാണ്. നാം മിക്ക ആളുകളും, ക്രിസ്ത്യാനികളും ബൈബിൾ ശരിക്ക് വായിച്ച് പഠിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ സംശയമില്ല. അതുകൊണ്ട് അവർക്കും അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. കാരണം ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ബൈബിൾ കൊണ്ടു നടക്കും, പക്ഷെ അവർ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയില്ല എന്നവർക്കറിയാം. എന്തു തന്നെയായാലും ഞാൻ ആ വിഷയത്തിലേക്കല്ല കടക്കുന്നത്. ബൈബിൾ ശരിക്ക് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവരായ ക്രൈസ്തവ ജനങ്ങൾ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഞാൻ അവരെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുകയല്ല. ഇന്നത്തെ തലമുറ, നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ യുവ തലമുറ, ന്യൂ ജനറേഷൻ ഈ ചോദ്യത്തിന് എന്തുത്തരം പറയുമെന്നാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട്, വ്യക്തമായ ഉത്തരമുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. യേശു ജനിക്കുന്നതിനും 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എന്ന പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം ആദ്യം നിങ്ങൾ ഇന്ന് എടുത്ത് നോക്കൂ. അതിനകത്ത് എന്താ പറയുന്നത്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മോട് കൂടെ, ഇല്ലേ? ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പറയുന്നത് യേശുവാണ്, നമുക്കറിയാം. അപ്പോൾ അത് പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം വ്യക്തമായി ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി 7-ാമത്തെ വാക്യം, ഇത് ഇംഗ്ലീഷ് വേർഷനാണ്. ഇത് KJV എന്ന് പറയും, കിങ് ജെയിംസ് വേർഷൻ, ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. അതിനകത്ത് പറയുന്നത് വേഴ്സ് 14, therefore the Lord himself shall give you a sign, behold a virgin shall conceive and bear a son and shall call his name Emmanuel. മനസ്സിലായോ? behold a virgin shall conceive and bear a son and shall call his name Emmanuel. അപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്നതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. അത് ലൂക്കോസ് സുവിശേഷം നിങ്ങൾ വായിച്ച് നോക്കിയാൽ വ്യക്തമായിട്ട് ഇമ്മാനുവേൽ എന്താണെന്ന് അതിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല.
ഇനി മറ്റൊന്ന്, ഇതേ പ്രവാചകൻ തന്നെ എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് എടുത്ത് നോക്കാം. 9-ാം അധ്യായം 6-ാം വാക്യം. അതിലെന്താണ് പറയുന്നത്? ഫോർ അൺടു അസ് എ ചൈൽഡ് ഈസ് ബോൺ, അൺടു അസ് എ സൺ ഈസ് ഗിവൺ, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. അപ്പോൾ എന്താ പറയുന്നത്? For unto us a child is born, unto us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. യെശയ്യാപ്രവചനത്തിൻ്റെ 14-ാം അധ്യായത്തിൽ 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ മലയാളം ഞാൻ ബൈബിളിൽ നിന്നും എടുത്ത് വായിച്ചു തരാം. ബൈബിൾ അപ്പോൾ അടുത്തത് 9-ാം അധ്യായമല്ലേ നമ്മൾ വായിച്ചത്? യെസ്, യെശയ്യാപ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ മലയാള പരിഭാഷ എങ്ങനെയാണ്? നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. കണ്ടോ? യേശുക്രിസ്തു ജനിക്കുന്നതിനും 750 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ യേശുവിനെക്കുറിച്ച് പ്രവചിച്ച് പറഞ്ഞ വാക്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടക്കാം. പുതിയ നിയമത്തിൽ യേശു തന്നെ പറയുന്നു, ഞാനാണ് ദൈവമെന്ന്. അത് മിക്കവർക്കും അറിയില്ല. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യം നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. യേശു ആരാണെന്ന് അതിൽ പറയുന്നുണ്ട്. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 13 എന്താ പറയുന്നത്? ഞാനും പിതാവും ഒന്നാകുന്നു. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. ഞാനും പിതാവും ഒന്നാകുന്നു. ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. ഇതാണ് ഒന്നാമതായിട്ട് യേശുക്രിസ്തു തന്നെ പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? യോഹന്നാൻ 14-ാം അധ്യായം 8ഉം 9ഉം വാക്യം നമുക്ക് നോക്കാം. 14-ാം അധ്യായം 8ഉം 9ഉം 10ഉം വാക്യങ്ങൾ. 14-ാം അധ്യായം 8ഉം 9ഉം. യോഹന്നാൻ 14, 8, 9, 10 വാക്യങ്ങൾ നോക്കാം. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം ഇത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ഇതാണ് ബൈബിളിൽ പറയുന്നത്.
യോഹന്നാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. ആ യോഹന്നാൻ്റെ പുസ്തകമാണിത്. അതിൽ മറ്റൊരു ശിഷ്യൻ കർത്താവിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് യേശു ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ആ മറുപടിയാണ് ഞാനിപ്പോൾ വായിച്ചത്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ. ജോൺ 14. John chapter 14 verses 8, 9 and 10. എന്താ പറയുന്നത് നോക്കാം. Philip saith unto him, Lord, shew us the Father, and it sufficeth us. Verse 9. Jesus saith unto him, Have I been so long time with you, and yet hast thou not known me, Philip? He that hath seen me hath seen the Father. And how sayest thou then, Shew us the Father? Believest thou not that I am in the Father, and the Father in me? അപ്പോൾ മനസ്സിലായില്ലേ? വളരെ വ്യക്തമായിട്ട് ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. പൊതുവേ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ദൈവത്തെ പിതാവേ എന്നാണ് വിളിക്കാറ്. കാരണം നമ്മൾ സൃഷ്ടിച്ച ദൈവമാണ്, ആ ദൈവത്തെ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നു. അപ്പോൾ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. യേശു ക്രിസ്തുവിനോട് എന്താണ് യേശു പറഞ്ഞത് ഫിലിപ്പോസിനോട്? ഞാൻ ഇത്ര നാളും നിന്നോട് കൂടെ ഉണ്ടായിട്ടും നീ എന്നോട് ചോദിക്കുന്നത് എന്താണ്? എന്നെ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഫിലിപ്പോസേ? നീ എൻ്റെ ശിഷ്യനാണല്ലോ, ഇതുവരെ നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിതാവ് എനിക്ക് തരുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഇങ്ങനെ യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് പിതാവ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ വ്യക്തമായ ഉത്തരമാണ് നമ്മൾക്ക് ബൈബിൾ തന്നിട്ടുള്ളത്. ഇത് നാം മറന്നു പോകരുത്. നമ്മുടെ ഹൃദയത്തിൽ ഇത് എപ്പോഴും ഉണ്ടായിരിക്കണം. ആര് ചോദിച്ചാലും നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് ധൈര്യത്തോടെ പറയണം, യേശു ദൈവമാണ്, യേശുവാണ് ഞങ്ങളുടെ ദൈവമെന്ന് ധൈര്യമായി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ നമുക്ക് കഴിയണം. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.